ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബണ്ണിൻ്റെ മെറ്റീരിയൽസിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഒട്ടുമിക്ക ആളുകൾക്ക് തോന്നും ഇത് ചെയ്ത വീഡിയോ ഇങ്ങനെ എന്തിനാണ് റിപ്പീറ്റ് ചെയ്യണമെന്ന് കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത വീഡിയോ അല്ല, എല്ലാ വീഡിയോയിൽ നിന്ന് ഒരു വെറൈറ്റി ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഞാൻ ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒട്ടുമിക്ക ആളുകൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്ത ആളുകൾക്ക് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇടത് കൈ വെച്ച് ചെയ്യുന്ന വർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കസ്റ്റമർ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അവർ റിപ്പീറ്റ് ചെയ്ത് നമ്മളോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് അംഗീകരിക്കാൻ പറ്റാതിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ അംഗീകരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇടത് കൈ വെച്ചിട്ട് ഏത് ബണ്ണും കട്ടാക്കി എടുക്കാൻ പറ്റും. പക്ഷേ എനിക്ക് ഇത്തിരി വശം കുറവാണ് കേട്ടോ. ഞാൻ എല്ലാത്തിനും വലത് കൈയാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബണ്ണ് വെൽവെറ്റിൻ്റെ ബണ്ണാണ്. അത് അത്യാവശ്യം നമ്മളുടെ ഈ ബ്ലാങ്കറ്റിൻ്റെ ഒക്കെ ഒരു മെറ്റീരിയൽസ് ആയതുകൊണ്ട് തന്നെ അത് ഇത്തിരി റിസ്ക് ആണ് കേട്ടോ. അത് നമ്മൾ വലത് കൈ വെച്ച് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു മെറ്റീരിയൽസാണ്. അപ്പോൾ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു കേട്ടോ അതൊന്ന് കട്ടാക്കി കിട്ടാൻ വേണ്ടി. പക്ഷേ ഇടത് കൈ വെച്ച് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എല്ലാം, ഇപ്പോൾ എല്ലാ ജോലികളും ഇടത് കൈ വെച്ച് ചെയ്യുന്ന ആളുകൾക്ക് അത് വളരെ സിമ്പിളായിരിക്കും. പക്ഷേ എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര റിസ്ക് ഉള്ളൊരു പരിപാടിയായിരുന്നു കേട്ടോ ആ ഒരു മെറ്റീരിയൽസ് കട്ട് ചെയ്യുക എന്നുള്ളത്. പല രീതിക്ക് ഞാൻ ചെയ്ത് നോക്കി. ലാസ്റ്റ് എനിക്ക് തോന്നി വലത് കൈയിലെടുത്തുകൊണ്ട് കട്ടാക്കിയ. പക്ഷേ എന്താ ചെയ്യുക, നമ്മൾ തോറ്റു കൊടുക്കൽ പാടില്ലല്ലോ. നമ്മൾ മെറ്റീരിയൽസിനോട് ഒരിക്കലും മെറ്റീരിയൽസ് എന്നല്ല, നമ്മൾ തോറ്റു കൊടുക്കുക എന്നുള്ള പരിപാടി നമുക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിൽ തന്നെ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളോട് ചോദിച്ച ആളുകൾക്ക് ഇത് മനസ്സിലാവണമല്ലോ. നമ്മൾ വലത് കൈ വെച്ച് കട്ടാക്കി കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് കാര്യമില്ലല്ലോ. അവർ ചോദിച്ചത് ഇടത് കൈയാണല്ലോ. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് നമ്മൾ അവരുടെ ഒരു തീരുമാനത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇടത് കൈ വെച്ച് മാത്രം അത് കട്ട് ചെയ്യണം എന്നുള്ളൊരു വാശിയോട് കൂടിയിട്ട് ആ ഒരു മെറ്റീരിയൽസിനോട് മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടോ. പക്ഷെ വളരെ എന്താ പറയുക, അതിൽ പരാജയം കൈവരിക്കേണ്ടിയെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും കൂടിയിട്ട് ലാസ്റ്റ് നമ്മൾ ജയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തിനാ എത്രത്തോളം കഷ്ടപ്പെടേണ്ട ആവശ്യമെന്ന്. പക്ഷേ ഒരിക്കലും എന്താ പറയുക, നമ്മൾ ഒരിക്കൽ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് എന്താ പറയുക നേട്ടം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വലത് കൈ വെച്ച് ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ തോന്നുന്നുണ്ട്, എങ്കിലും കൂടിയിട്ട് മനസ്സിനെ ബേക്കോട്ട് തന്നെ വലിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം അവർക്ക് കാണേണ്ടത് ഇടത് കൈ വെച്ച് ചെയ്യുന്നതാണ്. ലാസ്റ്റ് ദേഷ്യം പിടിച്ചിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. എങ്കിലും നമുക്കതിൽ നിന്ന് വിജയിക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് മാത്രമാണ് ഇത്തിരി റിസ്ക് എടുത്തിട്ടുള്ളത് ഞാൻ ഇടത് കൈ വെച്ചിട്ട്. പക്ഷേ ഇത് ശീലമായി കഴിഞ്ഞ ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ഈ ഒരു മെറ്റീരിയൽസ് നമ്മൾ വലത് കൈ വെച്ച് കട്ട് ചെയ്യുകയാണെന്ന് തന്നെ അത്യാവശ്യം നല്ല ബലം കൊടുത്തിട്ട് കട്ട് ചെയ്യാൻ ഈ ഒരു മെറ്റീരിയൽ അത്രക്ക് നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. ഈ എല്ലാ മെറ്റീരിയൽസിൽ നിന്നും ചെറിയൊരു ചേഞ്ച്, കാരണം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ബ്ലാങ്കറ്റിൻ്റെ ഒക്കെ ഒരു ടൈപ്പിലുള്ള മെറ്റീരിയൽസാണ്. അതുകൊണ്ടാണ് അത് ഇത്തിരി കട്ടായി കിട്ടാനൊരു പാട്. മറ്റേതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല ഇടത് കൈ വെച്ചായാലും. ഓക്കെ, അപ്പോൾ ഇത് ശീലമായി കഴിഞ്ഞ ആളുകൾക്ക് ഇതൊരു പ്രശ്നമുള്ള കാര്യമാവില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ വേണ്ടവർ എന്താ ചെയ്യുക, ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ നമ്പറിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഇതിൽ നിന്നും വെറൈറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസും ഇനി എത്തുന്നതാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ ആയിട്ട് നമുക്ക് മെറ്റീരിയൽസ് പുതിയ സ്റ്റോക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക ആളുകളും പേയ്മെൻറ്റ് ചെയ്തിട്ട ആളുകളുണ്ട്, വെയിറ്റിങ്ങിൽ കിടക്കുന്ന ആളുകളുണ്ട്, അതുപോലെ റിക്വസ്റ്റ് ചെയ്ത ആളുകളുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക. നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്ന അതേ സെയിം നമ്പർ തന്നെയാണ്, അതിൽ ഗൂഗിൾ പേ ചെയ്തിട്ട് ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുന്ന മുമ്പേ എന്നെ ഒന്ന് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. എന്നിട്ട് ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. എന്നതിന് ശേഷം മാത്രം നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങൾ എന്താ പറയുക, വാട്സപ്പിൽ വന്ന് ചോദിച്ച് ഇന്ന് ചെയ്യാം നാളെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ പേയ്മെൻറ്റിൻ്റെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്താ പറയുക, അവർക്ക് തോന്നും എനിക്ക് വേണ്ടിയിട്ടാണ് ഇതെന്ന്. ഞാനായിട്ട് അവരെടുത്ത് പോയി ചോദിച്ച മാതിരിയാണ് ചില ആളുകൾ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളെപ്പോലെ ഒരു വ്യക്തി തന്നെയാണ് ഞാനെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. വേറൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. കാരണം നമ്മൾ ഒത്തിരി ആളുകളൊന്നും നമ്മൾ കോൺടാക്റ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആ കോൺടാക്റ്റ് ലിസ്റ്റ് ഫുള്ളാണ്. പിന്നെ നമ്മൾ വാട്സപ്പ് കയറി കഴിഞ്ഞാൽ ഈ ഒരു തവണ 2 തവണ 3 തവണ ഒക്കെ വന്ന് ചോദിച്ച് പോകുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് നമ്മൾ പെട്ടെന്നാണ്ട് ഡിലീറ്റ് ചെയ്ത് കളയും. നമ്പർ സേവ് അല്ലാത്തവർ നമ്മൾ ഫോണിൽ വെക്കാറില്ല, ഉള്ള സത്യാവസ്ഥ പറയാമല്ലോ. കാരണം വെറുതെ നമ്മൾ വെച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ കോണ്ടാക്റ്റ് ഉണ്ട്. ഫോൺ നോക്കുന്നതന്നെ ഒരു കണ്ണടച്ച് പിടിച്ചിട്ട് ഒരു കണ്ണ് തുറന്നിട്ടാണ്. അത്രക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു അഹങ്കാരം പറയുന്നല്ല കേട്ടോ.
അപ്പോൾ അതുകൊണ്ടാണ് നമുക്കത് സേവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരോട് ഇങ്ങനെ നിരന്തരം നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം നമുക്കിത് സേവ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ അഥവാ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാണൂല, നിങ്ങൾ മെസ്സേജ് അടിയിലോട്ട് പോകും. നിങ്ങൾ അഡ്രസ്സ് തരുമ്പോഴാണ് നമുക്കത് നിങ്ങൾ നമ്പർ സേവ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സേവ് ആക്കി കഴിയുമ്പോഴാണ് നമ്മൾ പിൻ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യും നമ്മൾ പോസ്റ്റ് ചെയ്യാനുള്ള ആളുകളുടെ. അപ്പോൾ അത് നമ്മൾ മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നിരന്തരം നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ പേ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കണേ. അപ്പോൾ ചില ആളുകൾ നമ്മളൊരു കളിയാക്കണ ഭാഗത്തോട് കൂടി കുഴപ്പമില്ല, നമ്മൾ ഒരിക്കലും തളരില്ല മക്കളെ. തളരേണ്ട ടൈമുകൾ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഇതുവരെ തളർന്നിട്ടില്ല, പിടിച്ച് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മെറ്റീരിയൽസ് വേണ്ടവർ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തോളൂ. A to Z വരെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പുതുതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും മടിക്കേണ്ട. നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ എന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ആ വെൽവെറ്റിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. മറിച്ചിട്ട് കൊടുക്കാൻ മീൻസ് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മൾ സെയിം ഏത് രീതിയിലാണോ അതേ സെയിം രീതിയിൽ വെച്ചിട്ട് നമ്മുടെ വലത് കൈയിൻ്റെ തണ്ടവിരലും ചൂണ്ടുവിരലും വെച്ചിട്ടും അതുപോലെ ഇടത് കൈയിൻ്റെ തണ്ടവിരലും ചൂണ്ടുവിരലും വെച്ചിട്ടാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.